السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اجتنبوا كثيرا من الظن إن بعض الظن إثم ولا تجسسوا ولا يغتب بعضكم بعضا أيحب أحدكم أن يأكل لحم أخيه ميتا فكرهتموه واتقوا الله إن الله تواب رحيم. صدق الله مولانا العظيم. إياكم والظن فإن الظن أكذب الحديث. صدق رسول الله. പ്രിയമുള്ള വിശ്വാസികളെ, നാവിൻ്റെ ആഫത്തുകൾ മനുഷ്യനിൽ വന്നുപോകുന്ന അധികം തിന്മകളും അവൻ്റെ നാവിൽ നിന്നാണ്. നാവ് മൂലം നരകത്തിലേക്ക് വഴുതി വീഴുന്ന ആളുകൾ ധാരാളമാണ് എന്നൊക്കെയുള്ള പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നറിയിപ്പ് മുൻനിർത്തി ഈ വിഷയത്തിൽ നിന്നും, ഈ നാശത്തിൽ നിന്നും, ഈ അപരാധങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗമാണ് നാം തേടിക്കൊണ്ടിരിക്കുന്നത്, പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞയാഴ്ച കെദിബിൻ്റെ, കളവിൻ്റെ നാശങ്ങളും പ്രത്യാഘാതങ്ങളുമൊക്കെ പറഞ്ഞതിൻ്റെ പിറകെയായി കഴിഞ്ഞയാഴ്ച കളവിലുള്ള ഇളവിനെക്കുറിച്ചും അതിൻ്റെ സാഹചര്യങ്ങളെക്കുറിച്ചുമാണ് പറഞ്ഞവസാനിപ്പിച്ചത്. ചില ഘട്ടങ്ങളിൽ, അനിവാര്യമായ സന്ദർഭങ്ങളിൽ ദീനിയായ ഗുണമുള്ള, ദീൻ അനുവദിക്കുന്ന സാഹചര്യങ്ങളിൽ കളവ് പറയാം, കളവ് പറയേണ്ടി വരും. എന്നാലും ഇത് അനുവദിക്കപ്പെട്ട സാഹചര്യങ്ങളിൽ തന്നെ കളവ് പറയാൻ നിർബന്ധിതരാകുന്ന വേളകളിൽ, സാഹചര്യങ്ങളിൽ തന്നെ തൗരിയത്താക്കലാണ് ഉത്തമം എന്നും ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നു. എന്താണ് തൗരിയത്ത്? ദ്വയാർത്ഥമുള്ള വാക്കുകൾ പറയുക, സത്യത്തിലേക്ക് വ്യാഖ്യാനിക്കാൻ പഴുതുള്ള വിധത്തിൽ കളവ് പറയാം. ഏതായാലും കളവ് പറയാൻ ഞാൻ നിർബന്ധിതനായിരിക്കുന്നു, നിയമം അത് അനുവദിച്ചു തന്നിരിക്കുന്നു എനിക്ക് ഈ സാഹചര്യത്തിൽ. അത് കുറ്റമൊന്നുമല്ല. പക്ഷേ ആ നിർബന്ധിത സാഹചര്യത്തിൽ കളവ് പറയുമ്പോൾ തന്നെ ദ്വയാർത്ഥമുള്ള വാക്ക് പറഞ്ഞ് സത്യമായി വ്യാഖ്യാനിക്കാൻ സൗകര്യപ്രദമായ ഭാഷ പ്രയോഗിച്ചുകൊണ്ട് അതിനെ ഒന്ന് ലഘൂകരിക്കുക. നിർബന്ധിത സാഹചര്യങ്ങളിൽ ശവം തിന്നേണ്ടി വരുമല്ലോ, മറ്റൊരു മാർഗവും ഇല്ലാതെയാകുമ്പോ ശവം തിന്നാണ്. എന്നാ പിന്നെ അതിന്റെ ദുർഗന്ധം ഒന്ന് തടയാൻ വേണ്ടി മൂക്കുപൊത്തി ശവം തിന്നുന്നു എന്ന് പറഞ്ഞതുപോലെ ഇതിന്റെ ഈ കളവ് എന്ന് പറയുന്ന മ്ലേച്ഛത, അതിന്റെ ആ മാലിന്യം, അതിലൊരു കുറവ് വരുത്താൻ വേണ്ടി തൗരിയത്താക്കുക, ദ്വയാർത്ഥമുള്ള പദപ്രയോഗം നടത്തുക, സത്യമായിട്ടും വ്യാഖ്യാനിക്കാൻ സൗകര്യമുള്ള ഭാഷ പറയുക. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജീവിതത്തിൽ പറഞ്ഞുപോയ 3 കളവുകളിലും ദ്വയാർത്ഥമുള്ള പ്രയോഗങ്ങളാണ് നടത്തിയത്. പറഞ്ഞല്ലോ,
രണ്ട് കളവുകൾ ഖുർആനും മറ്റൊരു കളവ് ബുഖാരി മുസ്ലിമും അടക്കം സ്വഹീഹായ ഹദീസുകളിലും വന്നത്. വിഗ്രഹങ്ങളെ തകർത്ത് അവരുടെ കൂട്ടത്തിലെ മുതിർന്ന ആളാണ് ആ പണി ചെയ്തതെന്ന് പറയുമ്പോ അവിടെ ദ്വയാർത്ഥമുണ്ട്. അക്കൂട്ടത്തിലെ വലിയ ആള് വിഗ്രഹമായതുപോലെ അതിലേറെ വലിയ ആളായിട്ട് ഇബ്രാഹിം നബിയുമുണ്ട്. ദേവാലയത്തിലെ പൂരത്തിന് ഉത്സവത്തിന് ശിർക്കിന് ക്ഷണിക്കപ്പെട്ടപ്പോ മുകളിലേക്ക് നോക്കിക്കൊണ്ട് ഞാൻ രോഗിയാണെന്ന് പറഞ്ഞിടത്തും സത്യമായി വ്യാഖ്യാനിക്കാൻ പഴുതുണ്ട്. സഹധർമ്മിണിയെക്കുറിച്ച്, സ്വന്തം ഭാര്യയെക്കുറിച്ച് എന്റെ പെങ്ങളാണ്, സഹോദരിയാണെന്ന് പറഞ്ഞതിലും സത്യമായി വ്യാഖ്യാനിക്കാൻ പഴുതുണ്ട്. ഇങ്ങനെ നിർബന്ധിത സാഹചര്യത്തിലും സത്യമായി വ്യാഖ്യാനിക്കാൻ പഴുതുള്ള വിധത്തിൽ പറയുക, അതാണ് ഉത്തമം. സ്വഹാബത്തിന്റെ ചരിത്രത്തിലൊക്കെ ഇത് നമുക്ക് കാണാം. മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു സ്വന്തം ഭാര്യയോടൊരിക്കൽ കളവ് പറഞ്ഞതും ഈ ഗണത്തിലൂടെയാണ്, ഈ രൂപത്തിലാണ് കളവ് പറഞ്ഞത്. ആ ചരിത്രം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലം ഒരു പ്രശ്നത്തിൽ മധ്യസ്ഥന്റെ റോള്, ഒരു പ്രശ്നം തീർക്കുവാൻ വേണ്ടി മധ്യസ്ഥനായി മുആദ് റളിയല്ലാഹു അൻഹുവിനെ ഖലീഫ നിയമിച്ചു, ഖലീഫ തീരുമാനിച്ചു. അങ്ങനെ ഒരു ഖബീലയിലെ പ്രശ്നം തീർക്കാൻ പോവാണ്. പോകുന്ന സമയത്ത് ഭാര്യ യാത്രയാക്കി. മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ യാത്രയയപ്പ് നൽകി. കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. ഒട്ടകപ്പുറത്താണ് യാത്ര. ആ മഹദിക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. സാധാരണ കോംപ്രമൈസിന് പോയാൽ, പ്രശ്ന പരിഹാരത്തിന് മധ്യസ്ഥനായി പോയാൽ ഏതെങ്കിലും ഒരു പക്ഷത്തേക്കൽപ്പം ചാഞ്ഞും ചെരിഞ്ഞും നിന്നുകൊടുത്താൽ നല്ല കൈമടക്ക് കിട്ടും, നല്ല സമ്മാനം കിട്ടും. ഭർത്താവ് തിരിച്ചു വരുമ്പോ വീട്ടിലാണെങ്കിൽ പട്ടിണിയാണ്, ഭക്ഷണത്തിന് വകയില്ല, ഉടുക്കാൻ വകയില്ല. ഈ പ്രശ്നം തീർത്ത് തന്റെ ഭർത്താവ് തിരിച്ചു വരുമ്പോ കയ്യിൽ ആവശ്യത്തിനുള്ള മണിയുമായി അല്ലെങ്കിൽ വിഭവങ്ങളുമായി തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു ഭാര്യ. ഖബീലയിലെ പ്രശ്നങ്ങളൊക്കെ തീർത്ത് മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു തിരിച്ചു വന്നു. ഒട്ടകപ്പുറത്ത് നിന്ന് താഴെ ഇറങ്ങി. ഒട്ടകപ്പുറത്ത് വിരിച്ചിരുന്ന തന്റെ മേൽമുണ്ട് എടുത്തുകൊണ്ടൊന്നു പൊടി തട്ടിയിട്ട് അത് തന്റെ ചുമരിലേക്ക് ഇട്ടുകൊണ്ട് നേരെ വെറും കയ്യോടെ വീട്ടിലേക്ക്, ഭാര്യയുടെ മുന്നിലേക്ക്. പെണ്ണല്ല ജാതി. അവർ പ്രതികരിച്ചു, നിങ്ങൾ എന്തുകൊണ്ട് മനുഷ്യനാണ്? ഒന്നുമില്ലാതെ വെറും കയ്യോടെയാണോ നിങ്ങൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? നമ്മുടെ പ്രയാസങ്ങൾ നിങ്ങൾക്കറിവുള്ളതല്ലയോ? എന്നിട്ടൊന്നുമില്ലാതെ വെറും കയ്യോടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണോ? സാധാരണ ഇത്തരത്തിലുള്ള ദൗത്യങ്ങൾ കഴിഞ്ഞു വരുമ്പോ വേണ്ടത് കിട്ടാറുണ്ടല്ലോ, നിങ്ങൾ എന്തേ ഒന്നും മേടിക്കാതെ പോന്നത്? ഭാര്യ പ്രതിഷേധിച്ചു. എന്താ അവളോട് പറയാ? മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു ദ്വയാർത്ഥമുള്ള ഒരു പ്രയോഗം പ്രയോഗിച്ചു. കാന ഇൻദി ലാഗിത്തുൻ. എടി പെണ്ണെ, എന്താ ഈ പറയുന്നേ? കാന ഇൻദി ലാഗിത്തുൻ. എന്റെ കൂടെ ഒരു നിരീക്ഷകൻ ഉണ്ടായിരുന്നു, എന്നെ നിരീക്ഷിക്കാൻ ഒരാൾ എന്റെ കൂടെ ഉണ്ടായിരുന്നു. എന്നിരിക്കെ ഞാൻ എങ്ങനെയാണ് അവരുടെ കയ്യിൽ നിന്ന് പണം കൈപ്പറ്റുക അല്ലെങ്കിൽ സമ്മാനപ്പൊതി സ്വീകരിക്കുക? മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതിന് അർത്ഥം എന്താ? എന്റെ കൂടെ എന്നെ നിരീക്ഷിച്ച ഒരാളുണ്ടായിരുന്നു എന്നാ. മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പടച്ചമ്പുരാൻ കാണുന്നുണ്ട് എന്നാ. അത് പച്ച മലയാളത്തിൽ എടി പെണ്ണെ പടച്ചോൻ കാണൂല, പിന്നെ അള്ളാഹ് കണ്ടുവച്ചിട്ട് എന്താ നമ്മുടെ പട്ടിണി അള്ളാഹ് കാണുന്നില്ലേ എന്ന് മറുപടി വരും. അപ്പൊ ഇത് പറഞ്ഞാൽ നേടൂല. അതിന് വേറൊരു പ്രയോഗം, എന്നെ നിരീക്ഷിക്കാൻ ഒരാൾ എന്റെ കൂടെ ഉണ്ടാകുമ്പോ പെണ്ണെ എങ്ങനെ സമ്മാനം വാങ്ങും ഞാൻ? ഇത് കേട്ടപ്പോ പെണ്ണിന് ചൂടായി. എന്താ ഈ കേൾക്കുന്നത്? കുന്ത അമീനൻ ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ ഇൻദ അബീ ബക്കർ റളിയല്ലാഹു അൻഹു. കുന്ത അമീനൻ, നിങ്ങൾ നബിയുടെ മുമ്പിൽ സത്യസന്ധരായിരുന്നല്ലോ. ഒന്നാം ഖലീഫ വന്നപ്പോ ഒന്നാം ഖലീഫക്കും നിങ്ങൾ സത്യസന്ധനായിരുന്നല്ലോ. ഇപ്പോൾ ഉമർ ഖിലാഫത്തിൽ വന്നു, അധികാരത്തിൽ വന്നപ്പോ
നബി ചെയ്യാത്ത പണി നബി നിങ്ങളെ ഒരിക്കലും അവിശ്വസിച്ചിട്ടില്ല. എന്തൊക്കെ കാര്യത്തിന് നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്, ഒന്നാം ഖലീഫയും ഏൽപ്പിച്ചിട്ടുണ്ട്, അവർക്കൊന്നും നിങ്ങളുടെ കാര്യത്തിൽ അവിശ്വാസം ഉണ്ടായിരുന്നില്ല. നിങ്ങളെ കൂടെ നിരീക്ഷകനെ ഉമർ അയച്ചോ? ഇത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല. മൂപ്പരും മുണ്ടിയില്ല. ഇനിയിപ്പോ അതിന് മറുപടി പറഞ്ഞാൽ ബുദ്ധിമുട്ടാവും. അല്ലെങ്കിലും പെണ്ണുങ്ങളോട് ചില മേഖലയിൽ കളിച്ചിരി തമാശകളിൽ കുറച്ച് കൂട്ടുക, കാര്യം പറയുന്നിടത്ത് കുറക്കാനേ പറ്റുള്ളൂ. കാരണം കാര്യം പെട്ടെന്ന് ദഹിക്കൂല ഈ സാധനങ്ങൾക്ക്. ഒന്നും മിണ്ടിയില്ല. ഇവര് പ്രതിഷേധിച്ചു. ആഹാ, അങ്ങനെ ഒരു നടപടി ഖലീഫയുടെ ഭാഗത്ത് നിന്നോ? നബിക്കില്ലാത്ത സംശയം, ഒന്നാം ഖലീഫയ്ക്കില്ലാത്ത സംശയം എന്റെ ഭർത്താവിനെ കുറിച്ചുണ്ടെങ്കിൽ അത് കൈകാര്യം ചെയ്യണം. ഇവരിതാങ്കട്ട് പാട്ടാക്കി. ഈ വിവരം ഖലീഫയുടെ ചെവിയിലെത്തി. പടച്ച റബ്ബേ, ഞാൻ നിരീക്ഷകനെ അയക്കുകയോ? പെട്ടെന്ന് ആളെ വിട്ടു. മുആദ് റളിയല്ലാഹു അൻഹുവിനെ മുന്നിലേക്ക് വിളിപ്പിച്ചു. ചോദിച്ചു, ഞാൻ അങ്ങനെ ഒരു പണി ചെയ്തോ മുആദ്? എന്താ ഈ കേൾക്കുന്നത്? അപ്പോൾ മുആദ് റളിയല്ലാഹു അൻഹു സത്യം തുറന്നു പറഞ്ഞു. ഞാൻ ഒന്നുമില്ലാതെ വെറും കൈയോടെ വീട്ടിലേക്ക് ഭാര്യയുടെ മുന്നിലേക്ക് വന്നപ്പോ അവൾ പ്രതിഷേധിച്ചപ്പോൾ ലം അജിദ് മാ അഅ്തദിറു ബിഹി ഇലൈഹാ ഇല്ലാ ദാലിക, ലം അജിദ് മാ അഅ്തദിറു ബിഹി ഇലൈഹാ ഇല്ലാ ദാലിക യാ അമീറൽ മുഅ്മിനീൻ. ഇങ്ങനെയൊക്കെ വന്നപ്പോ ഈ ഒരു സാഹചര്യത്തില് അവളോട് ഉദ്ർ ബോധിപ്പിക്കാൻ, കാരണം ബോധിപ്പിക്കാൻ, മറുപടി പറയാൻ ഈ ഒരു ഭാഷയല്ലാതെ വേറൊന്നും എനിക്ക് കിട്ടിയില്ല. അപ്പൊ പറയാൻ, രക്ഷപ്പെടാൻ വേറെ ഒരു വാക്കും, ഈ പറഞ്ഞ വാക്കല്ലാത്ത ഒരു വാക്കും എനിക്കപ്പോൾ ഓർമ്മ വന്നില്ല. ഞാൻ അതാണ് പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോ ഫളഹിക ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു, ഖലീഫക്ക് കാര്യം പിടികിട്ടി. ഖലീഫ ചിരിച്ചു. എന്താടാ, എന്നെ പോലും തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തില്, എന്നെ പോലും കുഴിയിൽ വീഴ്ത്തുന്ന, എന്നെ കുറിച്ച് അപവാദം നാട്ടിൽ പരക്കുന്ന വിധത്തില് എന്തിനാ കെട്ടികളോട് നുണ പറയാൻ പോയത് എന്ന് പറഞ്ഞ് ഖലീഫ ചോദ്യം ചെയ്തില്ല. എനിക്കപ്പ അതാ പറയാൻ കിട്ടിയെന്ന് പറഞ്ഞപ്പോ ഖലീഫ ചിരിക്കരുത്. ചിരിച്ചിട്ട് പറഞ്ഞു, ഒരു പൊതി കൊടുത്തിട്ട് പറഞ്ഞു, അവൾ ആ പ്രതിഷേധം ഇതോടുകൂടി തീരട്ടെ, ഒന്നുമില്ലാതെ വന്നതല്ലേ, മധ്യസ്ഥന്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട്, അതുകൊണ്ട് ഇതാണ് കൊടുത്തിട്ട് അവളൊന്ന് സന്തോഷിപ്പിച്ചേക്ക്, പ്രശ്നം അവിടെ തീർന്നു പോട്ടെ. അപ്പൊ അവിടെ പറഞ്ഞത് എന്താണ്? മനസ്സിലപ്പോ ഉദ്ദേശിച്ചത് നിരീക്ഷകൻ കൂടണ്ട് എന്ന് പറഞ്ഞപ്പോ അള്ളാനെ ഉദ്ദേശിച്ചത്. ഇതാണ് തൗരിയത്ത്. ഇത് മഹാന്മാരുടെ ചരിത്രത്തിലൊക്കെ കാണാം. മഹാനായ ജ്ഞാനിയായ ഇബ്രാഹിമുൻ നഖഈ റഹിമഹുല്ലാഹ് കൊച്ചുമക്കളെ ഗുണദോഷിക്കുമ്പോൾ, കൊച്ചുമക്കളോട് സംസാരിക്കുമ്പോ, അവരിൽ നിന്ന് അച്ചടക്കരാഹിത്യം കാണുമ്പോ, അവർക്ക് ഓഫർ കൊടുക്കുമ്പോ പറയുന്നത് ലവിഷ്തറൈതു ലക സുകറൻ, ഞാൻ നിനക്ക് മിഠായി മേടിച്ച് തരാം എന്ന് പറയൂല. അല്ല മോനെ, ലവിഷ്തറൈതു ലക സുകറൻ, ഞാൻ നിനക്ക് മധുര പലഹാരം വാങ്ങി തന്നാൽ എങ്ങനെ ഉണ്ടാവും? ഇങ്ങനെ അച്ചടക്കക്കേട്, മര്യാദക്കേട് കാണിച്ചിങ്ങനെ ഇരിക്കുമ്പോ ഞാൻ നിനക്ക് ഇന്ന സാധനം മേടിച്ചു തന്നാ എങ്ങനെ ഉണ്ടാവും? മേടിച്ചു തരുമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ കുട്ടി മേടിച്ചു തന്നാ ഉഷാറ, എന്നാ പിന്നെ മിണ്ടാണ്ടിരിക്ക്. അപ്പൊ അവിടെ പ്രശ്നം തീർന്നു. ഒരിക്കലും എന്ന് പറയാറില്ല, ഞാൻ മേടിച്ചു തരുമെന്ന് പറയാറില്ല. മേടിച്ചു കൊടുക്കാൻ ഉദ്ദേശമുള്ളപ്പോഴേ അങ്ങനെ പറയാറുള്ളൂ. ഇബ്രാഹിമുൻ നഖഈ റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ തന്നെ കാണാം. മഹാനവറുകൾ വീട്ടിനകത്താകുമ്പോ തനിക്ക് കാണാൻ ഇഷ്ടമില്ലാത്ത മോശപ്പെട്ട ആളുകൾ വീട്ടിലേക്ക് അന്വേഷിച്ചു വന്നാൽ, വീട്ടിലുണ്ടാവും, അകത്തുണ്ടാവും. ഇപ്പൊ പുറത്തൊരാൾ വന്ന് അന്വേഷിക്കുകയാണ്, ഇബ്രാഹിമുൻ നഖഈ എന്ന ഹോജ അവിടെ അകത്തുണ്ടോ എന്ന് പറയുമ്പോ ദീനിയായിട്ട് ആവശ്യത്തിനൊന്നും അല്ല വന്നത്, വെറുതെ സമയം കളയാൻ വേണ്ടി ഒരു തമ്മാടി വന്നതാണെങ്കിൽ, കാണാൻ മഹാൻ ഇഷ്ടമില്ലെങ്കിൽ ഖാലലിൽ ജാരിയത്തി, സർവന്റ് പെൺകുട്ടിയോട് പറയും, ഖൂലീലഹു, പതുക്കെ അവന്റെ അടുത്ത് ചെന്നിട്ട് അവനോട് പറ, അകത്തുണ്ട ആള്, സർവന്റിനെ വിളിച്ചിട്ട് പറയും, കൂലീലഹു, പെണ്ണെ അവനോട് പറയാ, ഉതുലുബുഹു ഫിൽ മസ്ജിദ്, പള്ളിയിൽ അന്വേഷിച്ച് നോക്ക് എന്ന് പറയാ. വലാ തഖൂലി ലൈസ ഹാഹുന, ഇവിടെ ഇല്ലാന്ന് പറയരുത്, ഞാൻ ഇവിടെ ഉണ്ടല്ലോ, നുണയാവുമല്ലോ, അതുകൊണ്ട് പള്ളിയെ അന്വേഷിച്ചോ എന്ന് പറഞ്ഞിട്ട് നീ ഇങ്ങോട്ട് പോന്നേക്ക് എന്ന് പറയുമായിരുന്നു. കൈലായ കൂനകദിബ, കളവ് പറയാൻ പാടില്ല. എന്നാലും ഇവിടെ അത്യാവശ്യമാണ്. കാരണം അവനെ സ്വീകരിച്ചാൽ, അവനെ അകത്തോട്ട് വിളിച്ചു വരുത്തി അവനോട് സംസാരിക്കാൻ നിന്നാൽ ഈ മഹാന്റെ വിരുദുകൾ മുടങ്ങും.
ദീനീ ഉലൂമുകളുമായി ബന്ധപ്പെട്ട അത്യാവശ്യ തിരക്കുകൾ നമുക്ക് മുടക്കാൻ പറ്റും. എന്നിട്ടോ വേസ്റ്റ് സംസാരം ഇട്ട് പോണ്ടി വരും. ആ അനിവാര്യമായ ഘട്ടത്തിൽ ഉത്തുലുബുഹു ഫിൽ മസ്ജിദ്, 5 നേരം പള്ളിയിൽ വരുമല്ലോ ഉസ്താദ്, അവിടെ വെച്ച് അന്വേഷിച്ചു കൊണ്ടു എന്ന് മാത്രം പറയാ. അല്ലാതെ വലാ തഖൂലി ലൈസ ഹാഹുന പറയരുത്, നുണ പറയരുത്. ഇമാം ശഅബിയുടെ ചരിത്രത്തിലുമുണ്ട്. അദ്ദേഹം ഒരുപാട് മഹാനായ പ്രസിദ്ധനായ ആലിമായിരുന്നു. നാട്ടുകാരും വിദേശത്ത് നിന്ന് ആളുകളൊക്കെ പല ആവശ്യങ്ങൾക്കും മഹാനെ കാണാൻ വരും. ഇങ്ങനെ കാണാൻ വരുമ്പോ ഒരാൾക്കൊരു പേഴ്സണാലിറ്റി ഉണ്ടാവുമല്ലോ, ജീവിതത്തിൽ പല അത്യാവശ്യങ്ങൾ ഉണ്ടാവുമല്ലോ. ഇതൊക്കെ തടസ്സം വരുന്ന വിധത്തില് ആളുകൾ സന്ദർശകരെ കൊണ്ട് തിരക്ക്. അപ്പൊ ആ മഹാനൊരു പണി ചെയ്തു. വീട്ടിലെ ഭിത്തിയില്, പുറം ഭാഗത്ത് ഭിത്തിയിൽ ഒരു വൃത്തം വരച്ചിട്ടിരുന്നു. പെയിന്റ് അടിക്കുന്ന കൂട്ടത്തിലൊരു വൃത്തം. അങ്ങനെ തനിക്ക് പറ്റാത്ത സമയത്ത് അത്യാവശ്യക്കാരല്ല പുറത്തു വന്ന് അന്വേഷിക്കുന്നതെന്ന് ബോധ്യപ്പെടുമ്പോ ഇതുപോലെ വീട്ടിലുള്ള കൊച്ചു പെൺകുട്ടിയോട് പറയും, മോളെ നമ്മളാ ചുമരുമൊരു വൃത്തണ്ടല്ലോ, നീ പോയിട്ട് അവിടെ കൈവെക്ക. എന്നിട്ട് പറയാ ലൈസഹാഹുന, ഇവിടെ വാപ്പച്ചില്ല, ഇവിടെ വീട്ടുകാരില്ല എന്ന് പറയാ. നീ ഉദ്ദേശിക്കുമ്പോ ഈ വൃത്തത്തിന്റെ ഭാഗത്ത് നിന്ന് ഉദ്ദേശിച്ചാ മതി. ഇങ്ങനെ പറഞ്ഞേക്ക്. ഇതാണ് തൗരിയത്ത്. ഇതൊക്കെ ഞാൻ പഠിപ്പിച്ചു തന്നിട്ട് കടം മേടിച്ച് പൈസ കൊടുക്കാനുള്ള ഒരുത്തം വീട്ടിൽ വന്ന് ബെല്ലടിക്കുമ്പോ ഒരു വട്ടം വരച്ച് കഴിച്ചിലാകാമെന്നാരും വിചാരിക്കണ്ട. ഇത് അത്യാവശ്യ സമയത്ത് അനിവാര്യമായ ഘട്ടത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ശവം തിന്നേണ്ടി വരുമ്പോ മൂക്ക് പൊത്തുക എന്ന് പറഞ്ഞ മാതിരിയുള്ള പണിയാണ് ഈ വൃത്തം വരയും. ഇത്തരത്തിലുള്ള ദ്വയാർത്ഥമുള്ള പ്രയോഗങ്ങളുമൊക്കെ ദീനുൽ ഇസ്ലാം അനുവദിച്ചിട്ടുള്ളത്. കളി പറ്റൂല. അനാവശ്യമായി കളവ് പോയിട്ട് കളവാകാൻ സാധ്യതയുള്ള വാക്കുപോലും പറയരുത് എന്നാണ് ദീന് പറഞ്ഞത്. കുടുങ്ങുന്ന നേരത്താകാന്നല്ലാതെ അനാവശ്യമായി കളവ് പറയരുത് എന്ന് മാത്രല്ല, ഒരു വാക്ക് പറഞ്ഞാൽ 50% കളവാകാനും ആ വാക്ക് തന്നെ 50% സത്യമാകാനും വകുപ്പുണ്ട്. ഇങ്ങനത്തെ വാക്കുണ്ടല്ലോ. ഒരു വാക്ക് അത് പകുതി ആള് കളവായിട്ട് മനസ്സിലാക്കും, പകുതി ആള് സത്യം. അങ്ങനത്തെ വാക്കുണ്ട്. മഹാനവറുകൾ പറയുന്നു, എന്റെ പിതാവ് മുത്തഖിയായിരുന്നു, സൂക്ഷ്മ ജീവിതം നയിക്കുന്ന വിശുദ്ധനായ ആളായിരുന്നു എന്റെ പിതാവ് ഉത്ബ എന്നവർ. ഞാനും പിതാവും ഒരിക്കൽ ഖലീഫ ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു. ഖലീഫയുടെ വീട്ടിലേക്ക് ഞാനും ഉപ്പയും കടന്നു ചെന്നു. അബ്ദുള്ള എന്ന മകൻ പറയാണ്, ഏറ്റവും നല്ല വസ്ത്രം, മുന്തിയ വസ്ത്രം, പുതുവസ്ത്രമായിരുന്നു ഞാനന്ന് അണിഞ്ഞിരുന്നത് ഖലീഫയെ കാണാൻ പോകുമ്പോൾ. ഖലീഫയുടെ വീട്ടിനകത്തേക്ക് കയറി കുറച്ച് സമയം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോ പുറത്തിറങ്ങിയപ്പോ എന്നെ കണ്ടപ്പോ പരിചയക്കാരും ആൾക്കാരൊക്കെ ചോദിച്ചു, എന്റെ വസ്ത്രം കണ്ടിട്ട്, കസാക്കഹു ഹാദാ അമീറുൽ മുഅ്മിനീൻ, ഇത് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ് എന്ന ഖലീഫ നിങ്ങൾക്ക് തന്ന കുപ്പായ? ഉഷാറായിട്ടുണ്ട്. കാരണം ഇങ്ങനെ ഒരു വസ്ത്രം ഞാൻ മുമ്പ് അണിഞ്ഞിട്ടില്ല. ഞാൻ ഖലീഫയുടെ സവിധത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത്, സത്യത്തിൽ ഞാൻ വീട്ടിൽ നിന്ന് അണിഞ്ഞു വന്നതാ, എന്റേതാണ്. ആളുകൾ എന്നോട് ചോദിക്കാൻ, കസാക്കഹു ഹാദാ അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീൻ നിങ്ങൾക്കിത് അണിയിച്ചതാണോ, സമ്മാനിച്ചതാണോ എന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് തോന്നി, കുറഞ്ഞു കൊടുക്കുന്നത് എന്തിനാ? എന്നെ മഹാനായ ഖലീഫയൊക്കെ പരിഗണിക്കാൻ മാത്രം ഞാൻ ഉഷാറാന്ന് അങ്ങനെ തന്നെയല്ലേ? എനിക്കൊന്നും തന്നിട്ടില്ല എന്ന് പറയാൻ അതൊരു ചമ്മലായതുകൊണ്ട് ഞാൻ പറഞ്ഞു, നുണ അറിയാൻ പാടില്ല. ഖലീഫ തന്നതാന്ന് നുണ അറിയാൻ പാടില്ല. അല്ലാന്ന് പറഞ്ഞാൽ മോശക്കാരനോ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, ജസല്ലാഹു അമീറൽ മുഅ്മിനീന ഖൈറാ, അല്ലാഹു അമീറുൽ മുഅ്മിനീൻ ഖലീഫക്ക് അല്ലാഹു ഗുണങ്ങൾ കൊടുക്കട്ടെ എന്നൊരു ദുആണ് പാസ്സാക്കി. നാട്ടുകാർ ചോദിച്ചാൽ എന്താ, അവിടുന്ന് കിട്ടിയതാണോ എന്നാ ചോദ്യം. അല്ലാഹു അദ്ദേഹത്തിന് വേണ്ടത് കൊടുക്കട്ടെ എന്ന് ഞാനൊരു ദുആ. എനിക്ക് തന്നു എന്നും പറഞ്ഞില്ല, തന്നില്ല എന്നും പറഞ്ഞില്ല, ഈ ദുആ. ഇത് കേട്ടപ്പോ എന്റെ പിതാവ് പൊട്ടിത്തെറിച്ചു, യാ ബുനയ്യ ഇത്തഖിൽ കദിബ വമാ അശ്ബഹഹു, ഇത്തഖിൽ കദിബ വമാ അശ്ബഹഹു. ആളുകളെ അടിയിലിട്ട് എന്നോട് പറഞ്ഞു, കളവ് നീ സൂക്ഷിച്ചോ, കളവ് മാത്രം സൂക്ഷിച്ചാ പോരാ, വമാ അശ്ബഹഹു, കളവിന്റെ കലർപ്പുള്ള വാക്ക്. നീ ഇപ്പൊ ഈ ദുആ ഉണ്ടല്ലോ, സംഗതി ദുആയൊക്കെയാണ്, പക്ഷെ അതിനകത്ത് കളവിന്റെ കലർപ്പുള്ളത് കൊണ്ട് ഇത്തഖി, മോനെ നീ സൂക്ഷിച്ചേ മതിയാകൂ, ഇത് മഹാപകടമാകും.
ആരിഫീങ്ങൾ, അള്ളാഹുവിന്റെ വലിമാര്, ഇവരൊക്കെ ഈ കാര്യത്തിൽ അവർക്കുണ്ടായിരുന്ന സൂക്ഷ്മത നമ്മളൊക്കെ സാധാരണ പറയുന്ന പ്രയോഗങ്ങൾ പോലും അവർ പേടിച്ചിരുന്നു. റബീഉ ഇബ്നു ഹൈസം റഹിമഹുല്ലയുടെ മകന് അസുഖമായി, കുഞ്ഞി പൈതല് അസുഖം പിടിച്ച് കിടക്കുകയാണ്. അപ്പോ ഇദ്ദേഹത്തിന്റെ സിസ്റ്റർ, സഹോദരി കുഞ്ഞിമോന്റെ ഈ അസുഖത്തിന്റെ വാർത്ത കേട്ടിട്ട് കാണാൻ വന്നു. കുട്ടിയുടെ അമ്മായി ഇദ്ദേഹത്തിന്റെ സഹോദരി ഫംഗബത്ത് അലൈ, ഇമാം ഗസാലി ഇഹ്യയിൽ പറയുന്നുണ്ട്, ഫംഗബത്ത് അലൈ, കുട്ടിയുടെ ചാരത്ത് വന്ന്, കട്ടിലിന്റെ അടുത്ത് വന്ന് കുട്ടിയുടെ മേലെ ഇവരങ്ങോട്ട് വീണിട്ട് കാലത്ത് അവർ ഉറക്കെ പറഞ്ഞു, കൈഫകാന യാ ബുനയ്യ, എന്റെ കുഞ്ഞിമോന് എന്താ പറ്റിയത്, എന്റെ കുഞ്ഞിമോന് എന്താ പറ്റിയത്? ഇത് ചോദിച്ചപ്പോ മഹാനായ റബീഉ റഹിമഹുല്ലാ ചോദിച്ചു, ഈ കുഞ്ഞിനെ നീ പ്രസവിച്ചിട്ടില്ല എന്ന് ഉറപ്പാണ്, ഞാൻ കാണാതെ എങ്ങാനും ഈ കുഞ്ഞിന് മുല കൊടുത്തിട്ടുണ്ടോ, പാല് കൊടുത്തിട്ടുണ്ടോ? പാല് കൊടുത്താ കുഞ്ഞായി, ഇസ്ലാമിന്റെ നിയമപ്രകാരം കുഞ്ഞായി. ഈ കുട്ടിക്ക് നീ എപ്പോഴെങ്കിലും പാല് കൊടുത്തിട്ടുണ്ടോ നിയമപ്രകാരം? കാലത്തിൽ അങ്ങനെയൊന്നും ഉണ്ടായില്ല ഇക്ക. എന്താ അങ്ങനെ ചോദിച്ചത്? അങ്ങനെയാണെങ്കിൽ ലൗ ഖുൽതി യബ്ന അഖീ, എന്റെ സഹോദര പുത്ര, എന്റെ ആങ്ങളയുടെ മകനെ എന്ന് നീ പറഞ്ഞിരുന്നെങ്കിൽ ഫസദഖതി, അതല്ലേ സത്യമായ വാക്ക്. ബുനയ്യ എന്ന് പറയുമ്പോ, എന്റെ പുള്ള, എന്റെ കുഞ്ഞെന്ന് പറയുമ്പോ അത് അസത്യമല്ലേ സത്യത്തിൽ? മോനെ മോളെ എന്നൊക്കെ വിളിക്കാം ഒരു കുഞ്ഞിനെ കാണുമ്പോ. ആദ്രമാൻ നാജിന്റെ മോനെ, മുഹമ്മദിന്റെ മോനെ, മോള് എന്നുള്ള അർത്ഥത്തില് എന്റെ മോനെ എന്ന് വിളിക്കുമ്പോ സ്നേഹം കൊണ്ട് വിളിക്കുകയാണെങ്കിൽ പോലും അവര് സൂക്ഷിച്ചു. ലൗ ഖുൽതി യബ്ന അഖീ, എന്റെ സഹോദരന്റെ മോനെ എന്ന് വിളിച്ചിരുന്നെങ്കിൽ ഫസദഖതി, അതല്ലേ സത്യമായ വാക്ക് പെങ്ങളെ, അതല്ലേ നമ്മൾ പറയേണ്ടത്. അവരെ സൂക്ഷ്മതയാണത്. അതുകൊണ്ട് കളവ് മഹാ ഡേഞ്ചറാണ്. അത് ഇനിയും ഒരുപാട് പറയാണ്ട്, പല മേഖലകളിലുമുള്ള കളവ്. ഉദാഹരണത്തിന് സ്വപ്നത്തിലുള്ള കളവ്. കാണാത്ത സ്വപ്നം കണ്ടു എന്ന് പറയുന്നത് ചിലപ്പോ അങ്ങനെ ഉണ്ട്. ഞാൻ ഇന്നലെ അന്തിക്ക് വെള്ളിയാഴ്ച രാവക്കായപ്പോ മക്കം കിനാവ് കണ്ടു. ഓ, നീ മക്കം അല്ലേ കണ്ടിട്ടുള്ളൂ, ഞാൻ മദീനവും മുത്തുറസൂലിനെയും ഇടക്കിടക്ക് കാണാറുണ്ട്, ഒരു കുറവ് വരുത്തണ്ട, അങ്ങോട്ട് തട്ടി. അല്ലെങ്കിൽ കാണാത്ത ഏതോ കിന, മഹാപകടമാണിത്. സഹീഹുൽ ബുഖാരിയിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആളുകൾ വിചാരിച്ചു ഇവക വെടിയൊന്നും വെച്ചാലൊന്നും വലിയ കുഴപ്പമില്ല. ഏത് ഒരു കിനാവ് കണ്ടെന്ന് വലിയ സംഭവം, ഭയങ്കര അപകടമാണ്. എന്താ ഹബീബ് പറഞ്ഞത്? മൻ കദബ ഫീ ഹുലുമിൻ, സ്വപ്നത്തിന്റെ കാര്യത്തിൽ ഏതൊരാളെങ്കിലും കളവ് പറഞ്ഞാൽ, കാണാത്തത് കണ്ടു എന്ന് പറഞ്ഞാൽ, കുല്ലിഫ യൗമൽ ഖിയാമത്തി, അന്ത്യനാളിൽ ഇവനെ നിർബന്ധിക്കും, ഇവനെ കീർത്തിക്കും. എന്ത്? രണ്ട് ഗോതമ്പ് മണികൾ കൊടുത്തിട്ട്, രണ്ട് ധാന്യമണികൾ കൊടുത്തിട്ട്, നൂലോ കയറോ ഒന്നും കൊടുക്കാതെ അത് തമ്മിൽ കൂട്ടിക്കെട്ടാൻ പറയും. രണ്ട് ഗോതമ്പിന്റെ മണി കൈ കൊടുക്കും. നൂലുണ്ടെങ്കിൽ കൂട്ടിക്കെട്ട, നൂല് കൊടുക്കൂല, മുടിനാരും കൊടുക്കൂല, ഒന്നും കൊടുക്കൂല. കെട്ട